ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കൽ തുടങ്ങി. നവംബറിൽ രാജ്യവ്യാപക SIR ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്താനിരിക്കുന്ന പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ, അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR നടപടികളുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി യോഗം ചേർന്നു. ഈ പ്രവർത്തനം നവംബർ ആദ്യവാരത്തിൽ ഘട്ടം ഘട്ടമായി ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് 2026 തിരഞ്ഞെടുപ്പിനായി പോകുന്ന സംസ്ഥാനങ്ങളിലെയും ചില മറ്റ് സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടിക പുതുക്കലുകൾക്ക് തുടക്കം കുറിച്ചു. 2 ദിവസം നീളുന്ന ഈ സമ്മേളനത്തിൽ രാജ്യവ്യാപക SIR നടപ്പാക്കുന്നതിന് ആവശ്യമായ ഒരുക്കങ്ങൾ വിലയിരുത്തുക ആയിരുന്നു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അന്തിമ പദ്ധതിയെ സംബന്ധിച്ച് പ്രഖ്യാപനം സമ്മേളനം കഴിഞ്ഞ് പുറത്തുവരുമെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സ്റ്റേറ്റ്സും അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും ചില മറ്റു സംസ്ഥാനങ്ങളിലും ഉൾപ്പെടുമെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അസം സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അവർ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് NRC പ്രസിദ്ധീകരിച്ചതിന് ശേഷമേ വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചത്. അസം മാത്രമാണ് ഇതിനകം NRC നടപടികൾ പൂർത്തിയാക്കിയ സംസ്ഥാനം എന്നതിനാൽ അതിനെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ കമ്മീഷൻ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് അനുസരിച്ച് രാജ്യവ്യാപക SIR നടപടികളുടെ അന്തിമ മാർഗരേഖ പുറത്തിറങ്ങുമ്പോൾ വോട്ടർ യോഗ്യതയ്ക്കുള്ള കട്ട് ഓഫ് വർഷം ബീഹാറിലെ മാതൃക പോലെ നിശ്ചയിക്കുമെന്ന് സൂചനയുണ്ട്. അതായത് ബീഹാറിൽ അവസാനമായി നടത്തിയ SIR പുതുക്കൽ നടന്നത് 2003-ലാണ്. ഏതായാലും ഈ നടപടിയിലൂടെ ഇല്ലീഗൽസ് ആയിട്ടുള്ള, അതായത് ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ മ്യാൻമാറിൽ നിന്നും ഒക്കെ വന്നെത്തിയ, ഈവൻ പാകിസ്ഥാനിൽ നിന്ന് പോലും വന്ന ആളുകൾ ഇന്ത്യയിലെ ഇലക്ഷനിൽ വോട്ട് ചെയ്തു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ SIR നടത്തുന്നത്.